ശാസ്ത്രവും ശാസ്ത്രബോധവും സെമിനാർ സംഘടിപ്പിച്ചു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ ഏച്ചിലാംവയൽ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രവും ശാസ്ത്രബോധവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ K. ജയചന്ദ്രൻ സ്വാഗതവും പയ്യന്നൂർ കോളേജ് സുവോളജി വിഭാഗം തലവൻ ഡോക്ടർ സ്വരൻ PR അധ്യക്ഷതയും വഹിച്ച പരിപാടി പ്രൊഫസർ K. പാപ്പൂട്ടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല ഉദാഹരണം കൃഷിയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വേറെ പറഞ്ഞു കമ്പ്യൂട്ടറാണെന്നോ അല്ലെങ്കിൽ റോക്കറ്റാണെന്നോ ഒക്കെ പറഞ്ഞു വരും. പക്ഷെ മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കൃഷിയാണ്. ISRO റിട്ടയർഡ് സയന്റിസ്റ്റ് VP ബാലഗംഗാധരൻ, പയ്യന്നൂർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ MK രഞ്ജുഷ, ആസ്ട്രോ പയ്യന്നൂർ ഡയറക്ടർ K. ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ഹരീന്ദ്രൻ M. നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.